സ്നേഹം നിറഞ്ഞവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ EWS എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് എക്കണോമിക്കലി വീക്കർ സെഷൻസ് റിസർവേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് 2019 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു നിയമമാണ്. അതിനുശേഷം 2020 കേരള സർക്കാർ നടപ്പിലാക്കി. ഇത് പ്രകാരം ഇതുവരെ സംവരണം ലഭിക്കാത്ത വിഭാഗങ്ങൾക്ക്, അതായത് കേരളത്തെ സംബന്ധിച്ച് നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളെ, അതുപോലെ തന്നെ നായർ ബ്രാഹ്മണ വിഭാഗങ്ങളെ, ഇങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് 10% സംവരണം, അത് സർക്കാർ ജോലികളിലും അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉപരിപഠനത്തിനൊക്കെയുള്ള അവസരങ്ങളിലും ഈ 10% റിസർവേഷൻ, അതായത് 100 പേരെ എടുക്കുകയാണെങ്കിൽ 10 പേരെ EWS സർട്ടിഫിക്കറ്റ് ഉള്ളവരെ എടുക്കുക എന്നുള്ള ഒരു സംവിധാനം നിലവിൽ വന്നു. ഇത് പ്രകാരം കേന്ദ്രത്തിൻ്റെ മാനദണ്ഡങ്ങളുമുണ്ട്, സംസ്ഥാനത്തിൻ്റെ മാനദണ്ഡങ്ങളുമുണ്ട്, 2 തരം സർട്ടിഫിക്കറ്റുകളുണ്ട്. ഇപ്പം ഞാൻ ഇതിലെ കേന്ദ്രത്തിൻ്റെ മാനദണ്ഡവുമായി ബന്ധപ്പെട്ട് പുതിയൊരു ഉത്തരവ് നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അനുകൂലം എന്ന് പറഞ്ഞാൽ വളരെ അനുകൂലമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളിൽ നമുക്ക് 4 കാര്യങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് ഒരു കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം, സാധാരണഗതിയിൽ കുട്ടി അപേക്ഷിക്കുന്ന വ്യക്തി, അപ്പൻ അമ്മ, ഇവരുടെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയായിരിക്കണം. രണ്ടാമത് അവർക്ക് ആകെ ഉണ്ടാകുന്ന സ്ഥലം 5 ഏക്കർ വരെ ആയിരിക്കണം, അതിൽ കൂടാൻ പാടില്ല. മൂന്നാമത് അവരുടെ വീടിൻ്റെ വിസ്തീർണം 1000 സ്ക്വയർ ഫീറ്റ് വരെ വരാൻ പാടുള്ളൂ. നാലാമതായിട്ട് പഞ്ചായത്തുകളിലാണെങ്കിൽ അവരുടെ ഹൗസ് പ്ലോട്ട് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പ്ലോട്ട്, അതായത് വീടിരിക്കുന്ന സ്ഥലം 4.13 സെൻറ്റ്, മുനിസിപ്പാലിറ്റികളിലായിരുന്നെങ്കിൽ 2.1 സെൻറ്റ്, ഇത്രയുമാണ് അവർക്ക് ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. ഇതിലെയും 4ാമത് പറഞ്ഞ മാനദണ്ഡം, അതായത് ഹൗസ് പ്ലോട്ട് എന്ന് പറഞ്ഞ മാനദണ്ഡം, അത് കേരളത്തെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇത് വടക്കേന്ത്യയിലെ ആളുകൾക്ക് പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയ നിയമമാണ്. അവിടങ്ങളിൽ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് വീടുകൾ വെച്ച് താമസിക്കുന്നു, അവരുടെ കൃഷിഭൂമി മറ്റൊരു സ്ഥലത്തായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാനദണ്ഡം വന്നത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളും കൃഷിഭൂമിയും ഒക്കെ ഒരുമിച്ച് തന്നെയാണ്. ആളുകളെ വീട്, തുടർന്ന് ചുറ്റുപാടുകളിൽ കൃഷിഭൂമി, ആ രീതിയിലാണ് നമ്മുടെ ഇവിടെ ആളുകൾ താമസിച്ചു പോകുന്നത്. അപ്പോൾ നമ്മുടെ ആളുകളെ സംബന്ധിച്ച് ഈ 4ാമത്തെ മാനദണ്ഡം, ഹൗസ് പ്ലോട്ട് എന്നുള്ള മാനദണ്ഡം, വളരെ ബുദ്ധിമുട്ടായി തീർന്നു. കേരളത്തിലെ റവന്യൂ അധികാരികളെ ഈ വീടിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലത്തെ മുഴുവൻ, അതായത് റബ്ബർ തോട്ടോ മറ്റെന്തെങ്കിലും കൃഷിയാണെങ്കിലും അതിനെ മുഴുവൻ ഈ ഹൗസ് പ്ലോട്ടായിട്ട് കണക്കാക്കുകയാണ്. അപ്പം അങ്ങനെ കണക്കാക്കിയപ്പോൾ എന്താ സംഭവിച്ചാൽ 4 സെൻറ്റിൽ കൂടുതൽ, 4.5 സെൻറ്റെങ്കിലും സ്ഥലമുള്ള ഒരാൾക്ക് കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡ പ്രകാരമുള്ള EWS സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഒരു സാഹചര്യമാണ് വന്നത്. അപ്പോൾ ഇത് ഒരു വല്ലാത്ത ഒരു നിയമമാണ്. അത് കാരണം ഇതിനൊരു ലോജിക്കില്ല. കാരണം വളരെ ദരിദ്രരായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ 4.5 സെൻറ്റ് ആയിരിക്കും, അവർക്കിത് കിട്ടുന്നില്ല. ഇങ്ങനെ ഇപ്രകാരം ഒരു അസ്വാഭാവികതയുള്ള ഒരു നിയമത്തിനെതിരെ നമ്മൾ ധാരാളം പരാതികൾ കേന്ദ്ര സർക്കാർ നൽകി. സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കാർപ്പ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അവയർനെസ് ആൻഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ, ഈ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ നിരവധി പരാതികൾ കേന്ദ്ര സർക്കാർ നൽകി. അതുകൂടാതെ തന്നെ അന്നത്തെ കോട്ടയം MP ആയിരുന്ന ശ്രീ തോമസ് ചാഴികാടൻ ഇത് പല പ്രാവശ്യം പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കണം ഇതുപോലെ മറ്റ് സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ നിവേദനങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് 2022 സെപ്റ്റംബർ 19 കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അത് ഒരു ക്ലാരിഫിക്കേഷനാണ്, EWSുമായി ബന്ധപ്പെട്ട കുറേ സംശയങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷനാണ്. അതിനകത്ത് 9ാമത്തെ നമ്പറായിട്ട് നമ്മുടെ ഈ ഒരു പ്രശ്നം പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതിന് സർക്കാർ നൽകിയ മറുപടി എന്ന് പറയുന്നത്, ഒരു ഹൗസ് പ്ലോട്ട് കണക്കാക്കേണ്ടത് വീടിൻ്റെ ബിൽറ്റപ്പ് ഏരിയ, അതായത് വീട് നിർമ്മിച്ചിരിക്കുന്ന അത്രയും സ്ഥലം, അതിൻ്റെ മറ്റ് കവേർഡ് ഏരിയ, ഇപ്പം മേൽക്കൂരയുടെ തള്ളലോ അല്ലെങ്കിൽ മറ്റ് ഷെഡ് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓപ്പണായിട്ട് കിടക്കുന്ന ഏരിയ, പക്ഷെ മേൽക്കൂരയുള്ള സ്ഥലം, അതും പിന്നെ അതിൻ്റെ സെറ്റ് ബാക്ക് ഏരിയ, ഇത്രയും കണക്കാക്കി മുനിസിപ്പൽ നിയമപ്രകാരം ഇത് എത്രയാണോ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ പഞ്ചായത്ത് നിയമപ്രകാരം ഇത് എത്രയാണോ കണക്കാക്കുന്നത്, അത് കണക്കാക്കി അത് 4 സെൻറ്റിൽ താഴെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് EWS സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ബാക്കി സ്ഥലത്തെ കൃഷിഭൂമിയായിട്ട് കണക്കാക്കുകയും ചെയ്യണമെന്നൊരു നിയമമാണ് വന്നത്. ഈ നിയമം ഇപ്രകാരം വന്നപ്പോൾ നമുക്ക് വളരെ സന്തോഷമായി.
എന്നാൽ നമ്മളെ വില്ലേജ് ഓഫീസുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിയമം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല, ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഉത്തരവ് നൽകണം എന്നതാണ്. നമ്മൾ ഈ നിയമത്തിലേക്ക് നോക്കിയാൽ ഇവിടെ കാണാൻ സാധിക്കും, ഇതിനകത്ത് കേന്ദ്ര സർക്കാർ തന്നെ എഴുതി എല്ലാ ചീഫ് സെക്രട്ടറിമാരോടും സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരോടും നടപ്പിലാക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാൽ അവരത് നടപ്പിലാക്കാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ അതേ തുടർന്ന് നമ്മൾ വീണ്ടും പരാതികളുമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പക്കൽ പോവുകയും മുഖ്യമന്ത്രിക്ക് അയക്കുകയും മുന്നോക്ക കമ്മീഷന് പരാതി കൊടുക്കുകയും ഒക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പക്ഷേ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം 80-20 സ്കോളർഷിപ്പ് വിഷയത്തിലെ വിഖ്യാതമായിട്ടുള്ള കേസ് നടത്തി വിജയം നേടിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇതിലും ഒരു നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോയി. അദ്ദേഹത്തിന് 1.5 വർഷത്തോളം നീണ്ട നിയമ നടപടിയുടെ ഫലമായിട്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുവാനായിട്ട് കോടതി ഉത്തരവിടുകയാണ്. അപ്രകാരം കോടതി ഇങ്ങനെ ഉത്തരവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നവംബർ 27-ന് സംസ്ഥാന സർക്കാർ ഇത് അംഗീകരിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഈ ഒരു മാനദണ്ഡം സംസ്ഥാനത്ത് നടപ്പിലാക്കണം എന്ന് നിർദ്ദേശം സംസ്ഥാനം നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ഇതാതെ ജസ്റ്റിൻ പള്ളിവാതുക്കലിനെ സംബന്ധിച്ച് വളരെ വലിയ, ഒരുപക്ഷെ 80-20ക്ക് അദ്ദേഹം നേടിയതിനേക്കാൾ ഈ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വലിയൊരു നിയമ പോരാട്ടം നടത്തി വലിയൊരു വിജയമാണ് അദ്ദേഹം ഇതുവഴി കണക്കാക്കിയിരിക്കുന്നത്. കാരണം ഇത് പ്രകാരം കേരളത്തിലെ ഇതുവരെ സംവരണമില്ലാത്ത വിഭാഗങ്ങളിലെ ഒരു വലിയ ശതമാനം ആളുകൾക്ക് കേന്ദ്രത്തിൻ്റെ EWS സംവരണം ലഭിക്കാനായിട്ട് കാരണമാകും. ആകെ 8 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം, 5 ഏക്കർ സ്ഥലം, 1000 സ്ക്വയർ ഫീറ്റ് വരെ വീട്, ഇത്രയുമുള്ളവർക്ക് ഇത് ലഭിക്കുവാനായിട്ട് കാരണമായിട്ട് തീരും. കാരണം ഈ സെറ്റ് ബാക്ക് സ്ഥലം, ഇതിൻ്റെ ഉത്തരവ് പ്രകാരം നമ്മൾക്ക് വീടിൻ്റെ വിസ്തീ അല്ലെ ഹൗസ് പ്ലോട്ട് കണക്കാക്കേണ്ടത് ബിൽഡപ്പ് ഏരിയ, കവേർഡ് ഏരിയ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ സെറ്റ് ബാക്ക് ഏരിയ. ഇപ്പം നമ്മുടെ കേരളത്തിലെ പഞ്ചായത്ത് നിയമം അനുസരിച്ച് ഒരു വീടിൻ്റെ സെറ്റ് ബാക്ക് ഏരിയ എന്ന് പറയുന്നത് മുൻവശത്തേക്ക് 3 മീറ്റർ, പുറകുവശത്തേക്ക് 1.5 മീറ്റർ, അതുപോലെ തന്നെ സൈഡുകളിൽ 2 വശത്തും 1 മീറ്റർ, ഇത്രയും സ്ഥലം കണക്കാക്കുമ്പോൾ കൃത്യം 1000 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഒരു വീട്ടുകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വീടും ഹൗസ് പ്ലോട്ട് എന്ന് പറയുന്നത് 4.05 വന്ന് നിൽക്കും. 4.13 വരെ നമുക്ക് അനുവദനീയമാണ്. അപ്പോൾ അതുകൊണ്ട് 1000 സ്ക്വയർ ഫീറ്റും അതിൽ താഴെയും വീടുകളുള്ള എല്ലാവർക്കും കേന്ദ്രത്തിൻ്റെ ഈ ഒരു മാനദണ്ഡ പ്രകാരം EWS സർട്ടിഫിക്കറ്റ് ലഭിക്കും. നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ചെറിയ വീടുകളിൽ വെച്ച് താമസിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് വളരെയധികം പ്രയോജനമാണ്. കാരണം കേന്ദ്രത്തിൻ്റെ EWS സർട്ടിഫിക്കറ്റിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് നമ്മുടെ ആളുകൾക്ക് പലപ്പോഴും അറിവില്ല എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിലെ ഒരു വർഷം ഏതാണ്ട് 1 ലക്ഷത്തോളം വേക്കൻസികളാണ് ഫില്ല് ചെയ്യുന്നത്. അതിൻ്റെ 10% EWSലാണ് വരുന്നത്. ഈ വർഷങ്ങളിൽ ഇപ്പോൾ കൂടുതൽ വേക്കൻസികളാണ്. കാരണം ഈ കോവിഡ് കാലത്ത് ഫില്ല് ചെയ്യപ്പെടാതെ കടന്ന പല വേക്കൻസികൾ ഇപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാർ കൂടുതൽ വിജ്ഞാപനങ്ങൾ, അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന്. അപ്പോൾ ഇത് വലിയൊരു സാധ്യതയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ആളുകൾ എത്രമാത്രം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെ അവന് സൗജന്യമായി കടന്നു പോകാൻ പറ്റുന്നത് കൊണ്ട് അവന് സാമാന്യം പഠിക്കുന്ന കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം നേടാൻ സാധ്യതയുണ്ട്. ഇതേ സാഹചര്യത്തിലുള്ള വടക്കേന്ത്യയിലെ കുട്ടികളുമായിട്ട് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കുട്ടികൾ മുന്നിൽ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സാധ്യതയാണ് നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ ഈ EWS ഇപ്രകാരം ഈ 4 സെന്റിന്റെ മാനദണ്ഡത്തിൽ ലഘൂകരണം വന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അനന്ത സാധ്യത നമ്മളെ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തണം. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ അപേക്ഷകൾക്കും, അതായത് IAS പോലെയുള്ള സിവിൽ സർവീസിൻ്റെ എക്സാമുകൾക്ക്, SSCയുടെ, UPSCയുടേത് തുടങ്ങി, അതുപോലെ തന്നെ ബാങ്കിൻ്റെ IBPS, റെയിൽവേ, പോസ്റ്റ് ഓഫീസ് തുടങ്ങി ഏതൊക്കെ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ അപേക്ഷ ക്ഷണിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ 10% സംവരണത്തിലെ വേക്കൻസികൾ നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കേന്ദ്ര യൂണിവേഴ്സിറ്റികളെ, IIT, IIM പോലെയുള്ള കാര്യങ്ങളെ നമുക്ക് വളരെ കുറച്ച് എണ്ണത്തിൻ്റെ പേരുകളെ അറിയത്തുള്ളൂ. നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ എല്ലാം വിഭാഗത്തിലുള്ള ശാസ്ത്ര അല്ലെങ്കിൽ ആർട്സ് വിഷയങ്ങൾക്കും സയൻസ് വിഷയങ്ങൾക്കും എല്ലാം കേന്ദ്രത്തിൻ്റെ ഒത്തിരിയേറെ യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളും കേരളത്തിലും ഇന്ത്യയിലുടനീളവും ധാരാളമായിട്ടുണ്ട്. അവിടെയെല്ലാം ഈ 10% സംവരണം ലഭിക്കുകയാണ്.
ഈ കുട്ടികൾക്ക് അവിടെ പഠിക്കുന്നതുകൊണ്ടുള്ള രണ്ട് വലിയ അഡ്വാൻറ്റേജ്, ഒന്ന് സാമ്പത്തിക ബാധ്യത ഒന്നും മാതാപിതാക്കൾക്ക് വരുന്നില്ല, സർക്കാർ സീറ്റിൽ അഡ്മിഷൻ കിട്ടി അവർക്ക് അവിടെ പഠിക്കാൻ പറ്റുന്നു. രണ്ടാമത് ഇവിടെ പഠിച്ചിറക്കുന്ന കുട്ടികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റിന് വലിയ വിലയാണ്. കാരണം കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയുടെ ഒരു വിദ്യാർത്ഥിയുടെ അവന് ജോലി ലഭിക്കുവാനായിട്ടും വലിയ കമ്പനികളിലൊക്കെ ഉയർന്ന പോസ്റ്റ് ജോലി ലഭിക്കുവാനായിട്ടൊക്കെ അവന് വലിയ സാധ്യതയാണുള്ളത്. നമ്മൾ ഈ സാധ്യതകളെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മുടെ കുട്ടികളെ പലരും ലക്ഷക്കണക്കിന് രൂപ വീട് പോലും പണയം വെച്ച് വിദേശത്തേക്ക് പോവുകയും ഏജൻസികളുടെ മധുരവാക്കുകളൊക്കെ കേട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ പല കെണികളിലും ചതികളിലും ഒക്കെ പെട്ട് ചിലരൊക്കെ തിരിച്ച് എങ്ങനെ നാട്ടിലേക്ക് വരും എന്ന് ചിന്തിച്ച് വിഷമിച്ചൊക്കെ കഴിയുന്നവരുണ്ട്. അപ്പൊ ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യതകളൊക്കെ മാതാപിതാക്കൾക്ക് വരുത്തി വെച്ച് വിദേശത്തേക്ക് ചേക്കേറുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്, വലിയൊരു ആശ്വാസമാണ്, വലിയൊരു സഹായമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ നിയമം. 2020 കൊണ്ടുവന്ന നിയമം ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോഴെങ്കിലും നടപ്പിലാക്കി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ അനന്ത സാധ്യത നമ്മൾ പ്രയോജനപ്പെടുത്തണം. വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ധാരാളം ഉണ്ട്. നിങ്ങൾ വിദേശത്ത് പോകും, നമുക്ക് നല്ലൊരു ജോലിയും നല്ല ശമ്പളവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിദേശത്ത് ഏതൊക്കെ രാജ്യങ്ങൾ വേണമെങ്കിലും സന്ദർശിക്കുവാനുള്ള ടൂർ പാക്കേജുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം അവിടെ പോയി അവിടെ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ആരും അറിയാതെ എന്തെങ്കിലും ചെറിയ തൊഴിൽ ചെയ്ത് ജീവിച്ച് തീർക്കാനുള്ളതിനല്ല, നമുക്ക് നാട്ടിലെ നല്ല ഉയർന്ന ജോലി ചെയ്ത് ഉയർന്ന വരുമാനത്തോടു കൂടി അഭിമാനത്തോടു കൂടി ഇവിടെ ജീവിക്കാനായിട്ട് സാധിക്കുന്ന വലിയ സാധ്യതയാണ് തുറന്നു വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഈ സർട്ടിഫിക്കറ്റിന്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കി ഇത് വാങ്ങി തുറന്നുള്ള അപേക്ഷകൾക്ക് ഇത് നൽകുകയും അതുപോലെ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട കോച്ചിങ്ങുകൾ നമ്മളിപ്പോൾ +2 കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഒരു കരിയർ ഓറിയന്റേഷൻ ഉണ്ടാവണം. അതുപോലെ തന്നെ +2 പഠിക്കുന്ന കുട്ടികൾ, ഡിഗ്രിക്ക് PGക്കൊക്കെ പഠിക്കുന്ന കുട്ടികളെ അതോടൊപ്പം തന്നെ അവധി ദിവസങ്ങളിലൊക്കെ PSCയുടെ കോച്ചിങ്, UPSCയുടെയും സിവിൽ സർവീസിൻ്റെയും ഒക്കെ കോച്ചിങ്ങുകൾ, ബാങ്ക് കോച്ചിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ഈ EWS സർട്ടിഫിക്കറ്റ് കൂടെ നേടുകയാണെങ്കിൽ അവർക്ക് ഈ ഡിഗ്രി കാലം കഴിയുമ്പോഴത്തേനും ഒരു ജോലി കയ്യിൽ കിട്ടുകയാണ്. ഉയർന്ന വരുമാനമുള്ള ഒരു ജോലി അവർക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും നേടാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഈ വലിയ പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ഈ ഉത്തരവ് വന്ന ഉടൻ തന്നെ ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ആ ഒരു പ്രാധാന്യം നമ്മുടെ സമൂഹം മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. നമ്മുടെ കുട്ടികളുടെ ശോഭനമായ ഭാവിക്ക് നമ്മൾ നേടിയെടുക്കുന്ന ഈ കാര്യങ്ങളെ, ഇത് വലിയ പോരാട്ടത്തിലൂടെ പലരുടെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഈ സമൂഹം പ്രയോജനപ്പെടുത്തണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു.